ഹായ് ഓൾ, അനു അഗെയിൻ. ഇന്ന് നമ്മളുടെ ബയോളജി ചാപ്റ്റർ ആയിട്ടുള്ള ഹെറിഡിറ്റിയിലെ കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സമയമൊന്നും കളയാതെ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ സയന്റിസ്റ്റ് ഹു എസ്റ്റാബ്ലിഷ് ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ആരുടെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്? മെൻഡൽസിന്റെ അല്ലേ? അപ്പോൾ ആരാണ് ആ സയന്റിസ്റ്റ്? ഗ്രിഹർ ജോഹാൻ മെൻഡൽ. നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വൺ വേർഡ് നമ്മൾ നോക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഇൻഹെറിറ്റൻസ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ, മാം ഇൻഹെറിറ്റൻസ് എന്താണ്, ജനറ്റിക്സ് എന്താണ്, ഹെറിഡിറ്റി എന്താണ്, ലൈക്ക് അങ്ങനെ. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരൻസിൽ നിന്ന് അവരുടെ കുറച്ച് ക്യാരക്ടേഴ്സ് അവരുടെ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഇൻഹെറിറ്റൻസ്? നിങ്ങൾ ജസ്റ്റ് ആയിട്ട് നോക്കിക്കേ. ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പേരൻസ് ടു ദെയർ ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നതാണ് ഇൻഹെറിറ്റൻസ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയില്ലേ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്നൊക്കെ, ലൈക്ക് അങ്ങനെ. അതായത് നമുക്ക് നമ്മളുടെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ കുറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് അവരിൽ നിന്ന് നമ്മളിലേക്ക് അങ്ങനെ കൈമാറി കിട്ടിയ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ഇൻഹെറിറ്റൻസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ജീൻസ് ഇൻ ആൻ ഓർഗാനിസം? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ട്രാൻസ്മിഷനിൽ ഈ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാരിയേഴ്സിനെയാണ് നമ്മൾ ജീൻസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ ദ കാരിയർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫോർ ബോഡി ഫങ്ഷൻസ് ആൻഡ് പാസേജ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ജീൻ എന്ന് പറഞ്ഞാൽ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ എ ജീൻ? ജീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ലീനിയർ സെഗ്മെന്റ് ഫ്രം എ ക്രോമസോം ഓർ എ DNA and that takes part in expressing a particular character. നമ്മൾ പറഞ്ഞു നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഓരോ ട്രേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ, ഈ ഓരോ ക്യാരക്ടറിനെയും എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ആ ഓരോരു പെർട്ടിക്കുലർ സെഗ്മെന്റ് ഇൻ DNA ഓർ എ ക്രോമസോം, അതിനാണ് നമ്മൾ ജീൻസ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ, നമ്മൾ ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടറിനും രണ്ട് പെയർ ഓഫ് ജീൻസ് അല്ലെങ്കിൽ രണ്ട് അല്ലീൽസ് ഉണ്ട്. ഒരു ജീൻസിന്റെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. വൺ ഇസ് ഇൻഹെറിറ്റഡ് ഫ്രം അവർ ഫാദർ ആൻഡ് അതർ ഇസ് ഫ്രം മദർ. പെറ്റേണൽ ആൻഡ് മെറ്റേണൽ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഫാദറിൽ നിന്ന് കിട്ടിയ ജീനും മദറിൽ നിന്ന് കിട്ടിയ ജീനും ആ ഒരു പെയർ ആയിട്ടിരിക്കും. ആൻഡ് ഇങ്ങനെ ഓർക്കുന്നുണ്ടോ, ഇതിൽ ഡോമിനന്റ് ആയിട്ടുള്ള ജീനിന്റെ ആ ഒരു ട്രേറ്റ് ആയിരിക്കും എക്സ്പ്രസ്ഡ് ആവുന്നത്. റിസസീവ് ആയിട്ടുള്ള ജീനിന്റെ ആ ഒരു സ്വഭാവം അവിടെ അങ്ങനെ സപ്രസ്ഡ് ആയിട്ട് കിടക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ജീൻസിന്റെ സഹായത്തോടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജീൻസ്, ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ ഇസ് കോൾഡ് ആസ് ഹെറിഡിറ്റി. So, next question. The human beings who look so different from each other in terms of color, size and looks are said to belong to the same species. Why? And justify your reason. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് തന്നെ അറിയാം അല്ലേ, ഇപ്പോൾ നമ്മൾ US കാര്യം നോക്കുകയാണെങ്കിൽ US, ആഫ്രിക്കയിൽ, നമ്മുടെ ഇന്ത്യയിൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് പ്ലേസസിലെ മനുഷ്യരെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കളർ ആയിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, അതായത് ആ ഒരു അപ്പിയറൻസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈവൻ നമ്മൾ സെയിം ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ സ്പീഷീസിലാണ് പെടുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് കാണപ്പെടുക അല്ലേ? പക്ഷെ സ്റ്റിൽ നമ്മൾ പറയുന്നു ഇവർ ഒരു സ്പീഷീസ് ആണ്. എന്താണ് റീസൺ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആൻസർ എങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ചെയ്യുക? നമുക്ക് അതിന് സോളിഡ് ആയിട്ടുള്ള റീസൺ വേണം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് DNA സ്റ്റഡീസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരിലും ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ സ്പീഷീസിലുള്ള എല്ലാവരിലുമുള്ള ക്രോമസോംസിന്റെ നമ്പർ എങ്ങനെയാണ്? സെയിം ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു DNA സ്റ്റഡീസ് അല്ലേ? ഈ DNA സ്റ്റഡീസിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ പറയുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്റർ ആണ്. അതായത് നമ്മളെല്ലാവരും ഇവോൾവ് ചെയ്ത് വന്നത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നാണ്, ഹ്യൂമൻസ് എല്ലാവരും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഈ പറയുന്ന
നമ്മൾ റീപ്രൊഡക്ഷൻ്റെ കാര്യമൊക്കെ പഠിച്ചപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സെയിം സ്പീഷീസിലാണ് ഈ പറയുന്ന ഇപ്പോൾ രണ്ട് ജീവികൾ എടുക്കുകയാണെങ്കിൽ ഇവർ ഒരു സെയിം സ്പീഷീസിലാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഒന്നാമത് വേണ്ട ഒരു കാര്യമാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ട്, അതായത് ഇവരിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. അതായത് സാധാരണഗതിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ടൈഗർ, ലയൺ, അവർ ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ടൈഗറും ലയണും പറയുവാണെങ്കിൽ ഇവർ രണ്ടുപേരും ഡിഫറെൻറ്റ് സ്പീഷീസാണ്. പക്ഷേ ഇൻ കേസ് ഇവർ മീറ്റ് ചെയ്ത് ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ ലൈഗർ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഒരു കുഞ്ഞുണ്ടാവാറുണ്ട്. പക്ഷേ അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറെൻറ്റ് സ്പീഷീസാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് പറയും, രണ്ട് ജീവികൾ തമ്മിൽ മീറ്റ് ചെയ്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഫെർട്ടൈൽ ആയിരിക്കണം. അതായത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിവുള്ള രണ്ട് ജീവികൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ സെയിം സ്പീഷീസിലാണെന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ ലയണിന്റെ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ടൈഗറിന്റെ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകും. പക്ഷേ ലയണും ടൈഗറും കൂടെ മീറ്റ് ചെയ്തിട്ടുണ്ടായ ആ ഒരു കുഞ്ഞിന് ആക്ച്വലി അവർ ഫെർട്ടൈൽ അല്ല, അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിന്റെ കാര്യം പറയുമ്പോഴും അവർ നമ്മൾ സെയിം സ്പീഷീസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇന്റർബ്രീഡ് ചെയ്ത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് നമ്മൾ സെയിം സ്പീഷീസിലാണെന്ന് പറയാം. അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് ലെക്ചർ ഓഫ് ഹെറിഡിറ്റി അതിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കൂടി റിവിഷനും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ. ലൈക്ക് ഓർ വിച്ച് ഓഫ് ദ two parents, the mother or the father, is responsible for the determination of the sex of a child. ഒരു കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിർണ്ണയിക്കുന്നത് ആരാണ്, എങ്ങനെ? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കാണെങ്കിൽ ഇങ്ങനെ ആൻസർ കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ശരിക്കും ഹ്യൂമൻസിലെ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ജനറ്റിക്കൽ ആയിട്ടാണ് നടക്കുക. സെക്സ് ഇസ് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ്. ഹൗ, എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും 46 ക്രോമസോംസ് ഉണ്ട്, അതായത് 23 പെയർസ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. അതിൽ 22 പെയർസിനെ നമ്മൾ ഓട്ടോസോംസ് എന്ന് വിളിക്കും, ഒരു പെയറിനെ നമ്മൾ സെക്സ് ക്രോമസോംസ് എന്ന് വിളിക്കും. ആ ഒരു പെയറാണ് ഒരു കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ അതെങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഫീമെയിൽസിലുള്ളത് ഐഡന്റിക്കൽ പെയർസ് ആണ് സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്, എക്സ് എക്സ്. അതുപോലെ അതേസമയം മെയിൽസിലുള്ളതോ അവർക്ക് ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണ്. അപ്പോൾ നമ്മൾ ഗ്യാമീറ്റ്സിൽ ഏത് ഫീമെയിൽ ഗ്യാമീറ്റ്സിലുള്ളതെല്ലാം എക്സ് എക്സ് രണ്ടും എക്സ് ആയിരിക്കും അല്ലെ. അറ്റ് ദ സെയിം ടൈം മെയിൽ ഗ്യാമീറ്റ്സിലുള്ളതോ either it can be an X or അതൊരു വൈ ക്രോമസോംസ് ആയിരിക്കും. അപ്പോൾ മെയിലിൽ നിന്ന് വന്നത് എക്സ് ആണോ വൈ ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട്, കാരണം ഫീമെയിലിൽ നിന്ന് ഓൾറെഡി എക്സ് മാത്രമേ വരുള്ളൂ ഇല്ലേ. ഈ എക്സും മെയിലിൽ നിന്നുള്ള എക്സും കൂടെയാണ് ബ്രീഡ് ചെയ്യുന്നതെങ്കിലോ ഉണ്ടാവുന്ന കുഞ്ഞൊരു പെൺകുഞ്ഞായിരിക്കും, ഇറ്റ്സ് എ ബേബി ഗേൾ. അതേസമയം ഒരു എക്സും ഒരു വൈ, അതായത് ഫാദറിൽ നിന്ന് വന്ന വൈ ക്രോമസോമും മദറിൽ നിന്നുള്ള എക്സ് ക്രോമസോമും കൂടെയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിലോ അത് ഒരു ബേബി ബോയ് ആയിരിക്കും, എക്സ് വൈ കോമ്പിനേഷൻ. അപ്പോൾ ശരിക്കും ഒരു കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതിൽ ആരുടെ ക്രോമസോംസിന്റെ നേച്ചർ വെച്ചിട്ടാണ്? ഇറ്റ്സ് ഒബ്വിയസ്ലി ഫാദർ. അപ്പോൾ ഒരു കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അമ്മയാണോ അച്ഛനാണോ? അച്ഛൻ. So here comes the next question. A blue color flower plant denoted by BB, capital letter B, capital letter B, and a genotype ആണ് പറയുന്നത് അല്ലേ, is crossbred with that of white color flower plant denoted by small letter b, small letter b. അതിന് നമുക്ക് 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. A, state the color of flowers you would expect in their F1 generation plants. B, what must be the percentage of white flower plants in F2 generation if flowers of F1 plants are self-pollinated? And C, state the expected ratio of the genotypes capital letter B, capital letter B and capital letter B, small letter b in the F2 progeny. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, നമ്മുടെ മോണോഹൈബ്രിഡ് ക്രോസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആലോചിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ആൻസർ അങ്ങ് പറഞ്ഞേക്കണം അല്ലേ. എന്തായിരുന്നു മോണോഹൈബ്രിഡ് ക്രോസ്? നമ്മൾ പഠിച്ചത് ടോളും ഡ്വാർഫും വെച്ചിട്ടാണ്. ഇവിടെ ടോളിന് പകരം ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി കോമ്പിനേഷന് പകരം ക്യാപിറ്റൽ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി, അതായത് ബ്ലൂ കളർ ഫ്ലവറും
വൈറ്റ് കളർ ഫ്ലവർ. അതായത് ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് എടുത്തിട്ട് അതിന്റെ ഡോമിനന്റ് ഫോമും അതിന്റെ റിസസീവ് ഫോമും ആണ് തന്നേക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളുടെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യത്തെ പേരൻസ് ഏതൊക്കെയാണ്? ബ്ലൂ ഫ്ലവറും വൈറ്റ് ഫ്ലവർ ബ്ലാങ്ക്സും. അപ്പോൾ ഇവർ തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്യുമ്പം രണ്ടിനകത്തു നിന്നും വരുന്ന ഗ്യാമീറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റർ ബിക്കകത്തു നിന്ന് വരുന്ന ഗ്യാമീറ്റ് എന്തായിരിക്കും? ഒരു ബി അല്ലേ. സ്മോൾ ലെറ്റർ ബിക്കകത്തു നിന്ന് വരുന്ന ഗ്യാമീറ്റ് എന്തായിരിക്കും? ഒരു സ്മോൾ ലെറ്റർ ബി. അപ്പോൾ ലൈക്ക് ഇങ്ങനെ ഇവർ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യുമ്പം ഉണ്ടാകുന്ന, അതായത് ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഉണ്ടാകുന്നതിന്റെ എല്ലാത്തിന്റെയും കോമ്പിനേഷൻസ് എന്തായിരുന്നു? F1 ജനറേഷൻസിൽ എല്ലാവരും സെയിം ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ആയിരുന്നു അല്ലെ. ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ബ്ലൂ കളർ ആയിരുന്നു, പക്ഷേ അവരുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി സ്മോൾ ലെറ്റർ ബി ആയിരുന്നു. അപ്പോൾ F1 ജനറേഷനിൽ ഉണ്ടാകുന്ന എല്ലാവരുടെയും കളർ എന്താണ്? അതാണ് നമ്മളുടെ A പാർട്ട് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. നമുക്ക് അടുത്തത് F2 ജനറേഷനിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിന്റെ ക്രോസ് അറിയാമെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ അടുത്ത F2 ജനറേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? ഈ ക്യാപിറ്റൽ ലെറ്റർ ബി സ്മോൾ ലെറ്റർ ബിയെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പൊ സെൽഫ് പോളിനേഷന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന F2 ജനറേഷൻസിൽ എന്തായിരുന്നു? ഒരു ബ്ലൂ ഫ്ലവർ ഉണ്ട്. എന്തായിരുന്നു? നമ്മുടെ ഹോമോസൈഗസ് ബ്ലൂ അല്ലെ. ക്യാപിറ്റൽ ലെറ്റർ ബി. പിന്നെ രണ്ടുപേരുണ്ട് അഗെയിൻ ബ്ലൂ കളേഴ്സ് തന്നെ, പക്ഷേ അവരെ ഹെറ്ററോസൈഗസ് ബ്ലൂ ആയിരുന്നു. ക്യാപിറ്റൽ ലെറ്റർ ബി സ്മോൾ ലെറ്റർ ബി. പിന്നെ നമ്മുടെ F1 ജനറേഷനിൽ കാണാതെ പോയുണ്ടായിരുന്ന ആ ഒരു ആദ്യത്തെ ഒരു പേരന്റിന്റെ ഒരു ക്യാരക്ടർ F2 ജനറേഷനിൽ റീഅപ്പിയർ ചെയ്തു, തിരിച്ചു വന്നു. അതേതായിരുന്നു? വൈറ്റ് കളർ ഫ്ലവർ ആയിരുന്നു അല്ലെ. അപ്പോ വൈറ്റ് കളർ ഫ്ലവർ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ബാക്കി ബ്ലൂ കളർ ഫ്ലവേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അതായത് 3:1. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് വൈറ്റ് കളർ ഫ്ലവേഴ്സ്? 25%. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ദെൻ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ തിയറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീനോടൈപ്പിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. ജീനോടൈപ്പിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആയിരിക്കും. എന്തിന്റെ? മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചേക്കാണ്. ക്യാപിറ്റൽ ലെറ്റർ ബിയും ക്യാപിറ്റൽ ലെറ്റർ ബി സ്മോൾ ലെറ്റർ ബിയും ഇവർ രണ്ടും തമ്മിലുള്ള ജീനോടൈപ്പിന്റെ റേഷ്യോ ഏതാണ് F2 ജനറേഷനിൽ നിന്ന്? നമ്മൾ നോക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ബി ഒരെണ്ണം ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ബി സ്മോൾ ലെറ്റർ ബി രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള റേഷ്യോ എന്താണ്? 1:2. അതാണ് സി പാർട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ. ആൻഡ് അഗെയിൻ വൺ മോർ തിങ്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ക്വസ്റ്റിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? മോണോ ഹൈബ്രിഡ് ക്രോസിൽ F1 ജനറേഷനിൽ അപ്പിയർ ചെയ്യാതെ പോകുന്ന നമ്മളുടെ റിസസീവ് ട്രേറ്റ് എപ്പോഴാണ് തിരിച്ചു വരിക? ആ F1 ജനറേഷൻസിൽ ഉണ്ടായ ഓഫ്സ്പ്രിങ്സിനെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുകയാണെങ്കിൽ F2 ജനറേഷനിൽ അത് റീഅപ്പിയർ ചെയ്യും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. എന്താ? നമുക്ക് പേരന്റ് ട്രേറ്റ് തന്നിരിക്കുന്നത് ടോൾ ആൻഡ് റിങ്കിൾഡ് ആണ്. അതായത് ടോൾ ക്യാപിറ്റൽ ലെറ്റർ ടിയും ദെൻ റിങ്കിൾഡ് ആണ്. റിങ്കിൾഡ് എന്ന് പറഞ്ഞ ഒരു റിസസീവ് ട്രേറ്റ് ആണ് നമ്മൾ കണ്ടേക്കുന്നത് അല്ലേ. സ്മോൾ ലെറ്റർ ആർ ആൻഡ് അടുത്ത പേരന്റിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്? സ്മോൾ ലെറ്റർ ടി ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ കോമ്പിനേഷൻ വരുന്നതെന്ന് പറയുന്നത് ടോൾ റിങ്കിൾഡ് ആയിരിക്കും. നമുക്ക് ആദ്യമായിട്ട് A പാർട്ട് ഫില്ല് ചെയ്യാനുള്ളതിന്റെ അത് എന്താണ് അതിന്റെ ഫീനോടൈപ്പ്, പുറത്തേക്ക് വരുന്ന ട്രേറ്റ് എന്താ ചോദിച്ചേക്കുന്നത്? സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ. അങ്ങനെയാണെങ്കിലോ ഡ്വാർഫ് ആൻഡ് റൗണ്ട് ആയിരിക്കും ആ പേരുണ്ട്. അപ്പോൾ എയുടെ കാര്യം ഓക്കെ. ദെൻ അതിനകത്തുനിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ്സ് എന്താണ്? അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ കോമ്പിനേഷൻസ് ഉണ്ടാവുന്ന ഗ്യാമീറ്റ് എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ ഒരു ഗ്യാമീറ്റ് ബി. അടുത്ത സെക്കൻഡ് പേരന്റിന്റെ ഗ്യാമീറ്റ് ഏതാണെന്നാണ് സി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതെന്തായിരിക്കും? സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ആർ. അതായത് രണ്ടിനകത്തുനിന്നും ഓരോന്നോരോന്ന് വരുന്നു. ദെൻ ഇവർ തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാകുന്ന F1 ജനറേഷന്റെ ജീനോടൈപ്പ് എന്താണെന്നുള്ളതാണ് DL നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒബിയസ്ലി ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ട്രേറ്റ് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഫീനോടൈപ്പ് ഏതായിരിക്കും എന്ന്. എന്തായിരിക്കും? ഏതൊക്കെ ഡോമിനന്റ് ജീൻസ് ആണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരിക. ടോൾ ആണോ ഡ്വാർഫ് ആണോ ഡോമിനന്റ് ജീൻ?
ടോൾ ആണ്. റൗണ്ട് ആണോ റിങ്കിൾഡ് ആണോ ഡോമിനന്റ് ജീൻ? റൗണ്ട് ആണ്. അപ്പോൾ ടോൾ ആൻഡ് റൗണ്ട് ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ഡു മെൻഡൽസ് എക്സ്പെരിമെന്റ്സ് ഷോ ദാറ്റ് the traits may be dominant or recessive and B part, traits are inherited independently. നമ്മൾ എല്ലാം പഠിച്ച സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതായത് ലോ ഓഫ് ഡോമിനൻസ് അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ അദ്ദേഹം പഠിപ്പിച്ചത് ഏത് എക്സ്പെരിമെന്റ് കൊണ്ടാണ്? മോണോഹൈബ്രിഡ് ക്രോസ് കൊണ്ട്. ദെൻ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹം എടുത്തത് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഒബ്സർവേഷൻസ് വഴിയാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡോമിനന്റ് അല്ലെങ്കിൽ റിസസീവ് ട്രേറ്റിനെ കുറിച്ച് അദ്ദേഹം പഠിച്ച എക്സ്പെരിമെന്റ് ഏതാണെന്ന്. ഒബ്വിയസ്ലി അതെന്താണ്? മോണോഹൈബ്രിഡ് ക്രോസിന്റെ എക്സ്പെരിമെന്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡോമിനന്റ് ട്രേറ്റ് അല്ലെങ്കിൽ റിസസീവ് ട്രേറ്റിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചത് എങ്ങനെയാണെന്നാ. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഇത്രേ ഉള്ളൂ. അദ്ദേഹം മോണോഹൈബ്രിഡ് ക്രോസ് എക്സ്പെരിമെന്റ് ആണ് നടത്തിയത്. ഒരു പ്യുവർ ടോൾ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ ടി ആൻഡ് അഗൈൻ ഒരു പ്യുവർ ഡാർഫ് സ്മോൾ ലെറ്റർ ടി. ഇവരെ അദ്ദേഹം ക്രോസ് ബ്രീഡ് ചെയ്ത് F1 ജനറേഷൻ ഉണ്ടാക്കി. ഉണ്ടായവരെല്ലാം ടോളായിരുന്നു. ഹൈറ്റ് കുറഞ്ഞ ഡ്വാർഫ് ആയിട്ടുള്ള ഒരൊറ്റ പ്ലാന്റ് പോലും ഉണ്ടായിരുന്നില്ല. അതായത് ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ കോമ്പിനേഷനാണ് ഉണ്ടായത്. ആൻഡ് അഗൈൻ ഈ F1 ജനറേഷനിലുള്ളവരെ അദ്ദേഹം സെൽഫ് പോളിനേറ്റ് ചെയ്ത്, അതായത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടിയും അഗെയിൻ വേറൊരു ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടിയും തന്നെ വരും. ഇവരെ അദ്ദേഹം സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ജനറേഷൻ ഉണ്ടായപ്പോൾ, അതായത് F1 ജനറേഷനിൽ അദ്ദേഹം നോക്കിയപ്പം ഡ്വാർഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ പോലും കണ്ടില്ല. അപ്പോൾ അതെന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ F2 ജനറേഷനിൽ ഉണ്ടായതിനകത്ത് ഒരു 25% പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡ്വാർഫ് ആയിരുന്നു. ബാക്കിയുള്ളവരല്ല, അതായത് ബാക്കി 75% എന്ന് പറയുന്നത് ടോൾ ആയിരുന്നു. അതായത് 3:1 എന്നുള്ള റേഷ്യോയിൽ അദ്ദേഹത്തിന് ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്സിനെ കിട്ടി. ഇതാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ഇൻ മോണോഹൈബ്രിഡ് ക്രോസ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന ഡോമിനന്റ് ആൻഡ് റിസസീവ് ട്രേറ്റിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് നമുക്ക് ഇനി മനസ്സിലാകണ്ടേ. ഇത്രേ ഉള്ളൂ മക്കളെ. ഈ പറയുന്ന ഒരു റിസസീവ് ആയിട്ടുള്ള ട്രേറ്റ്, അതായത് ഏത് ട്രേറ്റ് ആണ്? അതായത് F1 ജനറേഷനിൽ ഡിസപ്പിയർ ആയി പോകുന്ന ഒരു ട്രേറ്റ് ഉണ്ടായിരുന്നു. ആ ട്രേറ്റ് പക്ഷേ തിരിച്ച് F2 ജനറേഷനിൽ വന്നപ്പം തിരിച്ച് റീഅപ്പിയർ ചെയ്തു. അപ്പൊ ഇത്രേ ഉള്ളൂ. ടോൾനെസ് എന്ന് പറയുന്ന അതിന്റെ അല്ലീലായിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ ടിയുടെ പ്രസൻസിൽ ഈ ഡ്വാർഫ് ആയിട്ടുള്ളതിന്റെ അല്ലീലായിട്ടുള്ള സ്മോൾ ലെറ്റർ ടി പുറത്തേക്ക് പ്രകടമാകത്തില്ല. അപ്പോ അങ്ങനെ രണ്ടു പേരുള്ളപ്പോൾ പുറത്തേക്ക് പ്രകടമാകുന്ന ആ ഒരു ജീനിനെ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റിനെ നമ്മൾ ഡോമിനന്റ് ജീൻ എന്ന് വിളിച്ചു. ദെൻ F2 ജനറേഷനിൽ എപ്പോഴും ഐഡന്റിക്കൽ അല്ലീൽസ് ഒരുമിച്ച് വരുമ്പോൾ മാത്രം പുറത്തേക്ക് ഉണ്ടാവുന്ന ആ ഒരു പെർട്ടിക്കുലർ ട്രേറ്റിനെ അദ്ദേഹം റിസസീവ് ട്രേറ്റ് എന്ന് വിളിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം ഡോമിനൻസും റിസസീവ്നെസ്സും ഈ രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ട്രേറ്റുകളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് അദ്ദേഹം പഠിച്ചതെന്ന്. അതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? നമ്മൾ പഠിച്ച ഡൈഹൈബ്രിഡ് ക്രോസ്. അദ്ദേഹം രണ്ട് ട്രേറ്റുകളെ എടുത്ത് പഠിച്ച ആ ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് അദ്ദേഹം ട്രേറ്റ്സ് ആർ ഇൻഡിപെൻഡന്റ്ലി അസോർട്ടഡ് അല്ലെങ്കിൽ ട്രേറ്റ്സ് ആർ ഇൻഡിപെൻഡന്റ്ലി ഇൻഹെറിറ്റഡ് എന്ന് അദ്ദേഹം പഠിച്ചത്. എങ്ങനെയായിരുന്നു ശരിക്കും നമ്മൾ അദ്ദേഹം ആദ്യം എടുത്തത്? റൗണ്ട് യെല്ലോ സീഡ്സും റിങ്കിൾഡ് ഗ്രീൻ സീഡ്സും രണ്ടുപേരും പ്യൂർ ബ്രെഡ് ആയിരുന്നു അല്ലെ. ഈ രണ്ട് പേരൻസിനെ തമ്മിൽ അദ്ദേഹം ആദ്യം ക്രോസ് പോളിനേറ്റ് ചെയ്ത് F1 ജനറേഷൻ ഉണ്ടാക്കിയപ്പോൾ റൗണ്ടും യെല്ലോയും ഡോമിനന്റ് ട്രേറ്റ്സ് ആയതുകൊണ്ട് ഉണ്ടായവരെല്ലാവരും റൗണ്ട് യെല്ലോ സീഡ്സ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ വൈ സ്മോൾ ലെറ്റർ വൈ. എല്ലാവരുടെയും ജീൻസിന്റെ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷേ ഡോമിനന്റ് ആയിട്ടുള്ള പെയേഴ്സ് മാത്രം പുറത്തേക്ക് എക്സ്പ്രസ്ഡ് ആയി. ആൻഡ് അഗൈൻ അദ്ദേഹം F2 ജനറേഷനിൽ ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ വൈ സ്മോൾ ലെറ്റർ വൈ ആ കോമ്പിനേഷൻസിനെ തമ്മിൽ സെൽഫ് പോളിനേറ്റ് ചെയ്തു. സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പം അദ്ദേഹത്തിന് എത്ര സീഡ്സ് ആണ് ഉണ്ടായത് നോക്കിക്കേ. അദ്ദേഹത്തിന് റൗണ്ട് യെല്ലോ 9 എണ്ണം, റൗണ്ട് ഗ്രീൻ 3, റിങ്കിൾഡ് യെല്ലോ 3 ആൻഡ് അഗൈൻ റിങ്കിൾഡ് ഗ്രീൻ 1. 9:3:3:1 എന്നുള്ള റേഷ്യോയിലാണ് അദ്ദേഹത്തിന് F2 ജനറേഷൻസിൽ ഒരു പ്രോജനി കിട്ടിയത്. ആൻഡ് അഗൈൻ ഇതിൽ റൗണ്ട് യെല്ലോ എന്ന് പറയുന്നത് റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഈ രണ്ട് പേര് നമ്മളുടെ പേരന്റ് ജനറേഷനിൽ നമ്മൾ എടുത്ത
2 കോമ്പിനേഷൻസ് ആണ്. പക്ഷേ എഗെയിൻ F2 ജനറേഷനിൽ 2 പുതിയ റീകോമ്പിനൻസ് ഉണ്ടായി ഇല്ലേ, അതായത് പുതിയ 2 കോമ്പിനേഷൻസ്. ഇത് നമ്മളുടെ ഒരു പ്രോജനിയിൽ നമ്മൾ ഇങ്ങനെയുള്ള പേരൻസിനെ കണ്ടിട്ടില്ല. ഇതിനർത്ഥം ഈ പറയുന്ന ട്രേറ്റുകൾ, അതായത് റൗണ്ടിന്റെ കൂടെ യെല്ലോ മാത്രമേ പോവുള്ളൂ, റിങ്കിൾഡിന്റെ കൂടെ ഗ്രീൻ മാത്രമേ പോവുള്ളൂ, ലൈക്ക് അങ്ങനെ ഒരു റിലേഷൻ ഇവർ തമ്മിലില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓരോ ട്രേറ്റ്. റൗണ്ടിന്റെ കൂടെ ഗ്രീൻ വരാം, അതുപോലെ തന്നെ റിങ്കിൾഡിന്റെ കൂടെ യെല്ലോയും വരാം, ലൈക്ക് അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് ഇവർ ട്രേറ്റ്സ് തമ്മിലൊരു ഇന്റർ കണക്ഷൻ ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇവർ അടുത്ത പ്രോജനിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത് എന്നാണ് അദ്ദേഹം ഈ റീകോമ്പിനൻസിന്റെ ആ ഒരു പ്രൂഫിൽ അദ്ദേഹം മനസ്സിലാക്കിയത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനകത്തു നിന്നുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സെക്കൻഡ് ലെക്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളത് കാണാത്തവർ ഒന്നുകൂടെ ഒന്ന് കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസിന് ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നന്നായിട്ട് പഠിക്കണം. നമുക്ക് ജസ്റ്റ് കുറേ പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തോർത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നോക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓൾറെഡി ജസ്റ്റ് കണ്ടുപോയ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ ഇരുത്തുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല സേഫ് ആയിട്ട് മിടുക്കറായിട്ടിരിക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ടേംലി എക്സാംസ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നല്ല ഫുൾ മാർക്ക് വാങ്ങിക്കണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് അഗെയിൻ മറന്നുപോയി, നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ബൈ.